ഇത് കത്തണില്ലല്ലോ. ഹേയ് കാക്ക, ഞാൻ പോവാണ്. എനിക്ക് പണിയും വേണ്ട, കൂടെ ഒരു അടുപ്പും വേണ്ട. ഇതെങ്ങനെയാണ് പോണേ? അവിടെ ആൾക്കാർ ചായക്ക് വരുമ്പോ പിന്നെ പൊരിക്കടി എടുക്കണ്ടേ? പൊരിക്കടി ഉണ്ടാക്കാന് ഇവിടെ ഗ്യാസ് വേണ്ടേ? പിന്നെ എങ്ങനെ പൊരിക്കടി ഉണ്ടാക്കല്? 4 ദിവസമല്ലായിട്ടുള്ളൂ ഗ്യാസ് കൊണ്ടുവന്നിട്ട്. അപ്പൊ ഗ്യാസ് തീർന്നോ? നിങ്ങൾ കൊടുന്ന കുറ്റി ആരെ കുറ്റുള്ളൂ? അത് 4 ദിവസം കിട്ടിയത്. 4 ദിവസം അല്ല 10 ദിവസം കിട്ടുവോ? നിങ്ങളെ പണി വേണ്ടെങ്കിൽ ഞാൻ പോവാ. പണ്ടാല് നല്ല ചൂടില്ലാണല്ലോ പോണത്. അപ്പോക്ക ഒരു ചായയും ഒരു പരിപ്പ് കടി ഇങ്ങോട്ട് എടുത്തുവിട്ടാണ് പെട്ടെന്ന്. ചായം പരിപ്പണൊന്നും ഇവിടെ ഇല്ല. പണ്ടാല് തെറ്റിപ്പോയി. വെറുതല്ല, പണ്ടാല് നല്ല ചൂട് പോയത്. ഇവിടെ ഗ്യാസ് ഇല്ലേ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ് സാധനം ഉണ്ടാക്കാത്തത്. ഇനി ഗ്യാസ് കിട്ടിയിട്ട് വേണം സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. ഗ്യാസ് ആണെങ്കിൽ ഭയങ്കര വില. ഗ്യാസ് പൊടിയും കിട്ടാനില്ല. ഗ്യാസിനാണെങ്കിൽ ഭയങ്കര വിലയും. ഈ ഗ്യാസ് ഇല്ലാത്ത കാരണം ഒരുപാട് ചായക്കട പൂട്ടിക്കെടുക്കാണ്. പണ്ടാരിമാരൊക്കെ പോവുകയും ചെയ്തു. അപ്പൊ അതിന് ഒറ്റ മാർഗമുള്ളൂ. നിങ്ങൾക്ക് ഗ്യാസ് ഉപയോഗിക്കണ്ട, പണ്ടാരിനും വെക്കണ്ട. നിങ്ങൾക്ക് കടികൾ എല്ലാ കടികളും നിങ്ങളെ കടിക്ക് ഇവിടെ എത്തും, ഡെലിവറി ഫ്രീ ആയിട്ട്. ആജ് ഗ്രൂപ്പിന്റെ ഒരു പൊരിക്കടി കൊട്ടാരുണ്ട്. അവർക്കാണ്ട് വിളിച്ചു കഴിഞ്ഞാല് നിങ്ങളെ കടിക്കുള്ള ഏത് പൊരിക്കടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഡെലിവറി ആയിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് 2 ലാഭമാണ്. പണ്ടാരിനെ വെക്കണ്ട, ഗ്യാസ് വെക്കണ്ട. സാധനം പെടുത്തും, കച്ചവടം നടത്തുകയും ചെയ്യും. അങ്ങനെ പൊരിക്കടി കടിക്ക് എത്തിച്ച് തരാന്ന് വെച്ചാൽ എനിക്ക് അതാ ലാഭം. എന്നാ പിന്നെ അവരെ നമ്പർ ഇടന്നാളെ എപ്പോ നോട്ട് ചെയ്യാം. നിങ്ങളെ ഫോൺ എടുത്താണ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്നാ ഞാനണ്ട് പോട്ടെ. കാണാം. അസ്സലാമലൈക്കും. ഞാൻ കാണാൻ വേണ്ടി വന്നാണ്. ഒരുപാട് കടകള് തുറന്നിട്ട് അവർക്ക് ഗ്യാസ് ഇല്ലാത്ത ബുദ്ധിമുട്ടുകൊണ്ടും പൊരിക്കടി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പണ്ടാരിമാരൊക്കെ പോവുകയാണ്. അപ്പൊ അവർക്ക് പൊരിക്കടി കിട്ടണം. അപ്പൊ ആജ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കടക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് എത്തിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്നാക്സിന്റെ ഹോൾസെയിലാണ്. ഒരുപാട് ഷോപ്പുകാർക്ക് ഞങ്ങൾ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഒരുപ്പങ്ങൾ തന്നെ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഗ്യാസ് ഇല്ലാതെ പിന്നെ സ്റ്റാഫ് ഇല്ലാതെ കട പൂട്ടിയിട്ട് എന്തിനാ പൂട്ടേണ്ട ആവശ്യമില്ല. എന്തെല്ലാം അവസരങ്ങളുണ്ട്. ഇതിപ്പോ ഒരു ചായക്കാരന് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഒരു കട നടത്തും. ഞങ്ങളെ പോലത്തെ ആൾക്കാർ കടി തരും. എന്ത് കടികളാണ് ഇതൊക്കെ? ഇവിടെ വ്യത്യസ്തമായ വെറൈറ്റി കടികൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പണിക്കാരില്ല, ഗ്യാസ് ഇല്ല, അതൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഞങ്ങളെ നമ്പർ ഉണ്ടാവും. ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കടി, അത് ഏത് വിലന്റെ ആണെന്ന് വെച്ചാൽ 2-3 വിലന്റെ കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിലയിലുള്ള കടികൾ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ എത്തിച്ചു തരുന്നുണ്ട് സാധനം. ഞങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്ര റുപ്യന്റെ കടി നിങ്ങൾ ഡെയിലി എടുക്കാന്നുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടാവും. ആ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളെ കടിയിൽ എത്തിച്ചു തരും. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ കുറച്ചൊക്കെ എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു സ്കൂട്ടറായിട്ട് വന്നിക്കാണ്ട് നമ്മളെ ഗോഡൌണിൽ തന്നെ എടുത്തു കൊണ്ടുപോകാം. ഇനി കൂടുതൽ കടി ഉണ്ട്, ഞങ്ങളാണ്ട് കൊണ്ടുവരാം. നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങളെ കടിക്ക് സാധനം ഇട്ടാണ്ട് വരാം. എന്നാലും നിങ്ങൾ കട പൂട്ടിയിടുക ഒന്നും ചെയ്യണ്ട. ഇന്നിപ്പോ അതൊന്നും പ്രതിസന്ധി ഇല്ല. ഗ്യാസ് ഇല്ലാതെ ആയിക്കോട്ടെ, പണിക്കാരില്ലാതെ ആയിക്കോട്ടെ, നിങ്ങളതൊന്നും നോക്കണ്ട. നിങ്ങൾ വിളിക്ക്, നമ്മളെ വിളിക്ക്. ഇതിന് കടി കിട്ടുന്നുണ്ടാ നോക്കി. അപ്പൊ ചങ്കള ഗ്യാസ് ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ചായക്കടക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊരിക്കടി വേണമെങ്കിൽ ആജ് ഗ്രൂപ്പുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കടിക്ക് ഇവർ എത്തിച്ചേരും. ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട്.